വളരെ വീക്കായ ഒരു തിരക്കഥയിൽ തൂക്കിയിട്ടിരിക്കുന്ന കിഡിലൻ ഫ്രെയിംസ് അടങ്ങിയ ധനുഷിന്റെ ഒരു എക്സ്പെരിമെന്റ് ആണ് റായൻ. ധനുഷ് ഇതുവരെ അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളുടെയും കുറച്ച് എലമെന്റ്സ് അല്ലെങ്കിൽ കുറച്ച് ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് പടമാണ് റായൻ. മുന്നേ നമ്മൾ കണ്ട സിനിമകളിലൊക്കെ ഉള്ള പോലെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം ഈ സിനിമയിലും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അണ്ണൻ തങ്കച്ചി പാസം, അണ്ണൻ തമ്പി പാസം, അതുപോലെ തന്നെ ഒരു വില്ലൻ, രണ്ട് ഗ്യാങ് വാർസ്. ആ ഗ്യാങ് വാർസ് മൂപ്പിക്കാനോ അല്ലെങ്കിൽ ആ തമ്മിലടിപ്പിച്ചിട്ട് അതിന്റെ ചോര കുടിക്കാൻ വരുന്ന ഒരു പോലീസ് ഓഫീസറെ കഥാപാത്രം, പ്രധാന കഥാപാത്രമായ നമ്മുടെ റായനെ സപ്പോർട്ട് ചെയ്യാനുള്ള, അദ്ദേഹത്തിന് ചെറുപ്പം തൊട്ടേ ഇതുവരെയുള്ള എല്ലാ കാലഘട്ടത്തിലും സപ്പോർട്ട് ചെയ്യാൻ പാകത്തിലുള്ള ഒരു കഥാപാത്രം. അങ്ങനെ നമ്മൾ മുമ്പ് കണ്ട ഗാങ്സ്റ്റർ സിനിമകളിലൊക്കെ കണ്ടുവരുന്ന എല്ലാ തരത്തിലുള്ള മസാലകൾ കൂട്ടിയിണക്കി വന്ന ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അപർണ ബാലമുരളി അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം, അപർണ ബാലമുരളിയുടെ കഥാപാത്രം ശരിക്കും നമുക്കൊരു ഇഷ്ടമുള്ള ഒരു വ്യത്യസ്തമായിട്ട് രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കഥാപാത്രം. പക്ഷെ ഒട്ടും ഒരു കൺക്ലൂസീവ് അല്ലാത്ത രീതിയിലാണ് അപർണ ബാലമുരളിയുടെ കഥാപാത്രത്തിന്റെ പര്യവസാനം ഉണ്ടായത്. എന്തിനോ വന്നു, എന്തൊക്കെയോ ചെയ്തു, എങ്ങോട്ടോ പോയ പോലുള്ള ഒരു നേച്ചറാണ് ഉണ്ടായിരുന്നത്. മെയിൻ കഥാപാത്രമായ റായൻ ഇതിൽ